ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കത്തോലിക്ക സഭയിൽ അതുല്യവും ആദരണീയവുമായ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. കൃപ, വിനയം, അചഞ്ചലമായ ഭക്തി എന്നിവ പരിശുദ്ധ അമ്മയുടെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. ദൈവപുത്രന്റെ അമ്മയായി മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവിനാൽ അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമെന്ന സന്ദേശവുമായി ഗബ്രിയേൽ മാലാഖ മറിയത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ദൈവിക സന്ദേശത്തോടുള്ള പരിശുദ്ധ മറിയത്തിന്റെ പ്രതികരണം അവളുടെ വിശ്വാസത്തിന്റെയും ദൈവഹിതത്തോടുള്ള വിധേയത്വത്തിന്റെയും തെളിവാണ്. വിനയത്തോടും അനുസരണയോടും കൂടെ അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എങ്കിൽ നിറവേറട്ടെ. ഈ നിമിഷം മുതൽ രക്ഷകന്റെ അമ്മ എന്ന നിലയിൽ മറിയത്തിന്റെ അസാധാരണമായ യാത്രയുടെ തുടക്കമായി. പരിശുദ്ധ അമ്മയുടെ ഗർഭധാരണത്തിന്റെ ദൈവിക സ്വഭാവം മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിൽ അവിവാഹിതയും ഗർഭിണിയുമായ ഒരു സ്ത്രീ നേരിടുന്ന വെല്ലുവിളികൾ അമ്മ ആഴമായ ദൈവഭക്തിയാലും വിനയത്താലും നേരിട്ടു. സാമൂഹികപരമായ അവഹേളനങ്ങളും വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും ദൈവിക പദ്ധതിയോടുള്ള പ്രതിബദ്ധതയിൽ അമ്മ ഉറച്ചു നിന്നു. അമ്മയുടെ ജീവിതം പ്രത്യാശയുടെ ഒരു വിളക്കുമാടമായി നമുക്ക് മുന്നിൽ വർത്തിക്കുമ്പോൾ ഈ ആഗമന കാലത്ത് അമ്മയുടെ ജീവിത മാതൃകയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അമ്മയുടെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെയും സ്വയം കണ്ടെത്തലിന്റെയും യാത്രയിലൂടെ നമുക്ക് കടന്നുപോകാം. ഏവർക്കും നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു.